ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ഗോവിന്ദൻ ഗീതുവിന് കാവലായിട്ട് അങ്ങനെ ഇരിക്കുക. ഗോവിന്ദൻ്റെ ജീവിതത്തിൽ അത്രത്തോളം ഗീതുവിന് പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്കും അതുപോലെ നേഴ്സുമാർക്കും എല്ലാവർക്കും തൻ്റെ ഉള്ളിലെ സ്നേഹം മുഴുവനും പുറത്തേക്ക് എടുത്തുകൊണ്ടാണ് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ചത്. അങ്ങനെ ഗോവിന്ദൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗീതു കണ്ണു തുറന്നു. പക്ഷേ ഗോവിന്ദൻ്റെ ആ ഒരു സാമീപ്യമോ മറ്റിതൊന്നും ഇപ്പോൾ ഗീതു ആഗ്രഹിക്കുന്നില്ലെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ഗോവിന്ദൻ അറിയാം. പക്ഷെ എന്നിരുന്നാലും ഗോവിന്ദൻ തൻ്റെ കടമ ചെയ്തു എന്ന് മാത്രം. ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന നമ്മുടെ ഗീതു ഗോവിന്ദനാണ് ഇത്രയൊക്കെ സഹായം ചെയ്തത് എന്ന കാര്യങ്ങൾ പോലും ഓർക്കാതെ, ഗോവിന്ദൻ്റെ മുഖത്തേക്ക് പോലും ഒന്നും നോക്കാതെ ഗീതു ഇങ്ങനെ മുഖം തിരിച്ചിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന കിടക്കുന്ന ഗീതുവിനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗോവിന്ദൻ്റെ ഉള്ളൊന്ന് പെടഞ്ഞു കേട്ടോ. ഗോവിന്ദൻ അത്രത്തോളം ഉള്ളറിഞ്ഞ് സ്നേഹിച്ച ഒരാളാണ് ഗീതു. പക്ഷെ ഗീതുവിൻ്റെ കണ്ണിലോ ഗോവിന്ദൻ ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടനും. അങ്ങനെ ഗീതു ഗോവിന്ദനിൽ നിന്ന് പോകും എന്നുള്ള കാര്യം ഗോവിന്ദൻ ഉറപ്പായിരുന്നു. ഈ സമയത്താണ് ഗോവിന്ദനും ഗീതുവും കൂടി പോയ സമയത്ത് വണ്ടിയിൽ ആ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കണമെന്നുള്ള കാര്യം അജാസ് രാധികയോട് പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കള്ളന്മാർക്ക് രണ്ടുപേർക്കും ആകെ ടെൻഷനായി. ദൈവമേ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർന്നു, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. രണ്ടെണ്ണങ്ങളും കൂടെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. പക്ഷേ രാധികയ്ക്ക് അതിൽ പങ്കില്ലാത്തത് കൊണ്ട് രാധിക അത് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ അജാസ് ആ ഒരു ദുരന്തത്തിൻ്റെ പിറകിൽ അവരുദ്ദേശിച്ചിരുന്നത് ഗോവിന്ദ് സാറിനെയാണെന്നുള്ള കാര്യം പുറത്ത് കൊണ്ടുവന്നത്. ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കേട്ട് നമ്മുടെ രാധിക ഇങ്ങനെ അന്താളിച്ച് പോയിട്ടോ. അജാസ് എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സത്യമാണ് മാഡം, അന്ന് ആ വണ്ടി ഞാനല്ലെങ്കിൽ ഓടിക്കേണ്ടിയിരുന്നത് ഗോവിന്ദ് സാറാണെന്നും ആ അപകടത്തിന് പിന്നിൽ ഗോവിന്ദ് സാറിനെയാണ് ലക്ഷ്യം വെച്ചിരുന്നതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വരുൺ ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല, അങ്ങനെ ഏട്ടനെ കൊല്ലാൻ പാകത്തിന് ആർക്കാ ഇത്രയ്ക്ക് വൈരാഗ്യമുള്ളത്, അതൊക്കെ അജാസിന് വെറുതെ തോന്നുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ബപ്പപ്പ അടിക്കുന്നു. അത് കേട്ടപ്പോൾ തന്നെ രാധികയ്ക്ക് മനസ്സിലായി ഇവൻ അതിനകത്ത് എന്തോ മനസ്സറിവുണ്ടെന്നുള്ളത്. അങ്ങനെ ചിന്തയുമായിട്ട് അജാസ് ഇരിക്കുന്നത് വെറുതെ അല്ല എന്നുള്ള കാര്യം രാധികയ്ക്ക് മനസ്സിലായി. ഇതേ സമയത്ത് പിന്നീട് നമ്മുടെ ഗീതുവിൻ്റെ കാര്യങ്ങൾ എന്തായി, ഗീതുവിൻ്റെ നില പുരോഗമനമായോ, ഇതൊക്കെ അറിയാനായിട്ട് നമ്മുടെ അയ്യപ്പേട്ടൻ ഇങ്ങനെ തുരുതുരാന്ന് ഗോവിന്ദനെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ അയ്യപ്പേട്ടനോട് കാര്യം പറഞ്ഞു. ഗീതുവിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഗീതുദേ പുതിയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗോവിന്ദേട്ടനും അതുപോലെ തന്നെ നമ്മുടെ അയ്യപ്പേട്ടനും കൂടെ ഫോൺ വിളിക്കുന്നത് ബാക്കിൽ വന്ന് നിന്ന് മഹേഷ് കേൾക്കുന്നു. മഹേഷ് അത് കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കും, ഒന്നും മിണ്ടാതെ. ആ സമയത്ത് ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അയ്യപ്പേട്ടൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, ഞാൻ ജീവൻ നൽകി സ്നേഹിച്ചതാണ് അവളെ, എൻ്റെ ജീവിതത്തിൽ അത്രത്തോളം പ്രാധാന്യം നൽകിയതാണ് ഞാൻ അവൾക്ക്. പക്ഷേ എൻ്റെ സ്നേഹത്തിന് പുല്ലുവില പോലും നൽകാതെ കിഷോർ എന്ന് പറയുന്നവൻ്റെ സ്നേഹത്തിനു വേണ്ടി താലി കെട്ടി എൻ്റെ മുന്നിലൂടെ കാമുകൻ്റെ അരികിലേക്ക് പോയ ഗീതുവിനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും താൻ ഇനി ഒരിക്കലും അവളെ തൻ്റെ ഭാര്യയായി അംഗീകരിക്കില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ഞെട്ടിയിട്ടോ, ഇവൻ എന്തൊക്കെ ഈ പറയുന്നതെന്ന്. അതുപോലെ തന്നെ അയ്യപ്പേട്ടനും ആകെ ഞെട്ടലായിരുന്നു. കാരണം ഗോവിന്ദൻ കുഞ്ഞിങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പോസിബിൾ ആകുന്ന കാര്യമാണ്. ഒരിക്കലും മനസ്സായിട്ട് ഗോവിന്ദൻ കുഞ്ഞിനത് പറയാൻ കഴിയില്ല. കാരണം ഗീതു എന്ന് പറഞ്ഞാൽ ആ ഗോവിന്ദൻ്റെ ശ്വാസമാണ്, ആ ഗോവിന്ദൻ്റെ ഓരോ ചലനമാണ്. അങ്ങനെയൊക്കെയുള്ള ഓരോ ആ ഒരു ഇത് ഉണ്ടെന്നുള്ളത് നമ്മുടെ അയ്യപ്പേട്ടന് അറിയാം. ഗോവിന്ദൻ കുഞ്ഞ് എങ്ങനെ ഇങ്ങനെ പറയുന്നു, കുഞ്ഞിന് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു, ഒരിക്കലും ഗീതുവിനെ ഉപേക്ഷിക്കാൻ കുഞ്ഞിനെ കൊണ്ട് കഴിയില്ലെന്നുള്ള കാര്യം എനിക്കറിയാമെന്നൊക്കെ അയ്യപ്പേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ, ഇല്ല അയ്യപ്പേട്ട, അതൊക്കെ പണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ പഠിച്ചു. ഇപ്പം തൻ്റെ മനസ്സിൽ ഗീതുവിനൊരു സ്ഥാനവും ഇല്ലെന്നും ഗീതുവിനെ താൻ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കൂട്ടില്ലെന്നുള്ള കാര്യങ്ങളും അയ്യപ്പേട്ടൻ പറയുക. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത് കുഞ്ഞെ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയുമെന്നും പറഞ്ഞായി നമ്മുടെ ഗോവിന്ദൻ. അങ്ങനെ ഗോവിന്ദൻ തീരുമാനിച്ചുറപ്പിക്കുന്നു ഗീതു ഇനി തൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന്. കണ്ണു തുറന്ന് സംസാരിച്ചു തുടങ്ങിയ ഗീതു ഗോവിന്ദനോട് ഒരു രീതിയിലും സംസാരിക്കുന്നില്ല. അപ്പോൾ സംസാരിക്കാൻ പോലും തയ്യാറാകുന്നതുമില്ല.
സംസാരിക്കാൻ തയ്യാറാകാതെ ഗീതു ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദന് ഭയങ്കരമായിട്ടുള്ള തകർച്ചയും തളർച്ചയും വിഷമവും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഗീതുവിൻ്റെ പ്രവൃത്തിയിൽ നിന്നാണ് ഗോവിന്ദൻ ശരിക്കും പറഞ്ഞ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. ഇനി തൻ്റെ ജീവിതത്തിൽ ഗീതു വേണ്ട എന്നുള്ളൊരു തീരുമാനം, ഗീതു എന്നല്ല ആരും വേണ്ടെന്നുള്ളൊരു തീരുമാനം. അങ്ങനെ ഗോവിന്ദൻ ഇനി ഒറ്റത്തടിയായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഈ സംഭവങ്ങളൊന്നും നമ്മുടെ ഗോവിന്ദൻ അവിടെ വീട്ടിൽ അവരോട് പറഞ്ഞിട്ടില്ല, രാധികയോടോ അല്ലെങ്കിൽ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോഴും ഗീതുവിനെ കൊല്ലണം എന്നുള്ള ഒരു ചിന്താഗതിയുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് വീട്ടിൽ ഊണില്ല, ഉറക്കമില്ല, ആകെ ടെൻഷനും അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വിലാസിനി മകളെക്കുറിച്ച് ഓർത്തിട്ട്. ഈ സമയത്ത് കൃത്യമായുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഗോവിന്ദൻ പ്രിയയ്ക്ക് വിളിച്ചു കൊടുത്തു. അത് കേട്ടപ്പോഴാണ് പ്രിയയ്ക്ക് ഒന്ന് ആശ്വാസമായത്. പ്രിയ എന്നിട്ട് വേഗം തന്നെ പറഞ്ഞു കേട്ടോ, ഓടിച്ചെന്ന് ഇവരോട് വിഷമിച്ചിരിക്കുന്നവരോട് പറഞ്ഞു, ഗീതു ചേച്ചി ബോധം തെളിഞ്ഞു, ഗീതു ചേച്ചി ഇപ്പോൾ സംസാരിച്ച് തുടങ്ങി, ഗീതു ചേച്ചിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ടാന്ന്. ഇത് കേട്ടപ്പോഴാണ് വിലാസിനിക്കും ഭദ്രനും ഒന്ന് ശ്വാസം നേരെ വീണത്. മകൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ, മകൾ രക്ഷപ്പെട്ടു എന്നുള്ളൊരു കണ്ടീഷൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രണ്ടെണ്ണത്തിൻ്റെ ഭാവം അങ്ങ് മാറി. ഗോവിന്ദൻ അവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെ നോക്കുവാണോ, അതോ ഗോവിന്ദൻ അതെല്ലാം നടക്കുവാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്തൊക്കെയാണോ അറിയേണ്ടത്. ഈ സമയത്ത് മകൻ എന്താണെങ്കിലും പറഞ്ഞു, അതെ ഇപ്പോൾ ഗീതുവേച്ചിയുടെ കാര്യങ്ങൾ ഒരു കുറവും വരുത്താതെ നോക്കുന്നത് ഗോവിന്ദേട്ടനാണ്. ഇനി നിങ്ങളായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞ് മകൻ ഉപദേശിക്കുക. അങ്ങനെ ഇവർ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു കേട്ടോ. എന്തായാലും ഇതേ സമയം നമ്മുടെ ഗോവിന്ദനെ കാണാനായിട്ട് മഹേഷ് ചെന്നു. മഹേഷ് ചെന്നിട്ട് നീ എന്തൊക്കെ ഈ പറയുന്നേ, അല്ലെങ്കിൽ നിൻ്റെ ചിന്തയൊക്കെ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരിക്കലും ഗീതു കിഷോറിൻ്റെ കൂടെ പോകും എന്നുള്ളതാണ് നിൻ്റെ വിഷയമെങ്കിൽ നീ അതോർത്ത് ഒരിക്കലും ടെൻഷൻ ആവണ്ട, വിഷമിക്കേണ്ട. ഗീതു ഒരിക്കലും കിഷോറിൻ്റെ കൂടെ ഇനി പോകില്ല. കാരണം ചതിയനായ കിഷോറിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഗീതു തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഗീതു ഇനി ഒരിക്കലും അവൻ്റെ കൂടെ പോകത്തില്ല. അതോർത്ത് നീ ഗീതുവിനെ ഉപേക്ഷിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അതുകൊണ്ടൊന്നുമല്ല, തൻ്റെ ജീവിതത്തിൽ തനിക്ക് വെറുമൊരു സുഹൃത്തിൻ്റെ ആ ഒരു സ്ഥാനം മാത്രം തരുന്ന ഒരു പെണ്ണിനെ എങ്ങനെയാടാ ഞാൻ ഭാര്യയായി കാണുന്നത്, എങ്ങനെയാണ് ഞാൻ ഭാര്യയായി സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അത് കിഷോറുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിന്നപ്പോഴല്ലേ നിന്നോട് ഗീതു അങ്ങനെയൊക്കെ സംസാരിച്ചത്. പക്ഷേ ഇപ്പോൾ നിലവിൽ അവനുമായി യാതൊരു ബന്ധവും ഇല്ലല്ലോ. അതുകൊണ്ട് നിന്നെ ഭർത്താവായി കാണുന്നതിനോ സ്നേഹിക്കുന്നതിനോ ഗീതുവിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നൊക്കെ മഹേഷ് പറഞ്ഞപ്പോൾ, നിനക്ക് ഗീതുവിനെക്കുറിച്ചൊന്നും അറിയില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. ഗീതുവിൻ്റെ സ്വഭാവം നിനക്കറിയില്ലാത്തത് കൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ മഹേഷിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സംഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ മഹേഷ് ഗോവിന്ദനോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തയ്യാറാകുന്നത്. കാരണം ഗോവിന്ദൻ അറിയാത്തതായ ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇത് ഗോവിന്ദൻ അറിയണമല്ലോ. ഇത് ഗോവിന്ദൻ അറിയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴും ഗോവിന്ദൻ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളത് ഒരു വിഷയമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഗീതുവിനെ സ്വീകരിക്കാൻ തയ്യാറാകാതെ നമ്മുടെ ഗോവിന്ദൻ തിരിഞ്ഞു നടക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിശേഷമൊക്കെയാണ് നാളത്തെ കഥയിൽ വരുന്നത്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.